തെറിയ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ പിണറായി വിജയന്റെ പാർട്ടിയിലെ നേതാക്കന്മാർ പറഞ്ഞ വാക്കുകൾ ഞങ്ങൾ നോക്കിയിട്ട് പറയാം ഏതൊക്കെയാ തെറിയെന്ന്. ഇവിടെ ചുരുളി എന്ന് പറഞ്ഞ ഒരു സിനിമ ഇറങ്ങിയപ്പോൾ കേരളത്തിലെ ഹൈക്കോടതി പറഞ്ഞിട്ടുള്ളത് അതൊന്നും ഒരു പ്രശ്നമില്ലെന്നാണ്. പക്ഷെ അതൊന്നും പറയണത് ഒരു മര്യാദയാണെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. പൊതുസമൂഹത്തിൽ പബ്ലിക്കായിട്ട് അത്തരം വാക്കുകളൊക്കെ പറയുന്നത് ഒരു ശരിയാണെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. പക്ഷേ അത് അദ്ദേഹം മൈക്കിൽ കൂടെ വിളിച്ച് പറയുകയല്ല ചെയ്തത്. അദ്ദേഹം വളരെ ശാന്തമായിട്ട് രഹസ്യമായിട്ട് പറഞ്ഞ കാര്യമാണ്. മൈക്ക് ഓൺ ആയതുകൊണ്ട് പിടിച്ചു. അത് ഒരു ശരിയായ മാതൃകയല്ല എന്ന് തന്നെയാണ് ഉത്തരവാദിത്ത ബോധത്തോടെ പറയുന്നത്. അങ്ങനെയാണോ പിണറായി വിജയൻ മൈക്കിലൂടെയാണ് പരമനാറിയെന്നും പരനാറിയെന്നും വിളിച്ചത്, നികൃഷ്ട ജീവി എന്ന് വിളിച്ചത്, ചെറ്റത്തരം എന്ന് വിളിച്ചത്? ഈ സുരേഷ് കുമാറിന്റെ ന്യായം അംഗീകരിക്കുകയാണെങ്കിൽ പി സരിൻ, കെ വി തോമസ്, ടി കെ ഹംസ, കെ പി അനിൽകുമാർ, പി എസ് പ്രശാന്ത്, ലതിക സുഭാഷ്, ഷാഹിദ കമാല്, ശോഭന ജോർജ്, ഇങ്ങനെ കുറെ എണ്ണിയാൽ ഒടുങ്ങാത്ത പേര് ഞങ്ങളുടെ പാർട്ടിയിൽ നിന്ന് അങ്ങോട്ട് വന്നിട്ടുണ്ട്. അവരൊക്കെ ചെയ്ത് ചെറ്റത്തരമല്ലേ? നിങ്ങൾ പ്രേമേന്ദ്രനെ വിളിച്ച പോലെ അവരെയും വിളിക്കാമോ? പരനാറിയെന്നും പരമനാറിയെന്നും വിളിക്കാമോ? നികൃഷ്ട ജീവികളെന്ന് വിളിക്കാമോ? എം എം മണി പറഞ്ഞ പോലെയുള്ള വാക്കുകളൊക്കെ പറയാമോ? അത് പറയാമെങ്കിൽ കുഴപ്പമില്ല. നിങ്ങൾ അങ്ങനെയൊക്കെയാണ് അഭിസംബോധന ചെയ്യുന്നത്. ഇപ്പോൾ പാർട്ടി മാറുന്നവരെ വിളിക്കാൻ നിങ്ങൾ കണ്ടെത്തിയിട്ടുള്ള കുറെ കൊള്ളാവുന്ന വാക്കുകൾ, ഈ നിങ്ങൾ പറഞ്ഞ വാക്കുകൾ ഞങ്ങൾക്ക് വിളിക്കാമോ? അങ്ങനെയാണെങ്കിൽ ഞങ്ങളൊന്ന് പിണറായി വിജയനെ വിളിച്ചാൽ ശരിയാകുമോ? ഇപ്പോൾ ജി സുധാകരൻ എത്രയോ വർഷമായിട്ട് പാർട്ടിയിലുണ്ടായിരുന്ന ഒരുപാട് സൗകര്യം കിട്ടിയിട്ടുണ്ടെന്ന് പറയാം. പിണറായി വിജയൻ ഒരുപാട് വട്ടം മത്സരിച്ചിട്ടില്ലേ? 75 വയസ്സ് പ്രായപരിധി കഴിഞ്ഞില്ലേ? പിണറായി വിജയന് ടേം വ്യവസ്ഥ ബാധകമല്ല, പ്രായവ്യവസ്ഥ ബാധകമല്ല, തുടർന്ന് മത്സരിക്കുന്നതിന്റെ 2 ടേം മത്സരിക്കുന്നതിന്റെ വ്യവസ്ഥ ഒന്നും ബാധകമല്ല. അതെന്താ? ആ ധർമ്മട മണ്ഡലത്തിൽ നിങ്ങളുടെ വേറെ ആരും മത്സരിച്ചാൽ ജയിക്കാത്തത് കൊണ്ടാണോ? എങ്കിൽ പറയണം അവിടെ വേറെ ഒരാളും മത്സരിച്ചാൽ ജയിക്കില്ല, അതുകൊണ്ടാണ് പിണറായി വിജയനെ മത്സരിപ്പിക്കുന്നത്. അല്ലെങ്കിൽ പറയണം ഈ പാർട്ടി പിണറായിയുടെ കാൽക്കീഴിൽ വെച്ചു, പിണറായി വിജയന്റെ ഇച്ഛയ്ക്കും ഇംഗിതത്തിനും അനുസരിച്ചാണ് ഞങ്ങൾ തീരുമാനിച്ചത്. അതാണ് ജി സുധാകരനും പറഞ്ഞോളൂ, അതാണ് ബാക്കി പാർട്ടിയിൽ ഓരോരുത്തരും വിളിച്ചു പറയുന്നുള്ളൂ. അപ്പോൾ ഇനി ഞാൻ ചോദിക്കട്ടെ, ഈ കെ വി ഗണേഷ് കുമാർ ഇപ്പോഴും നിങ്ങൾ പൊതിഞ്ഞു പിടിച്ച് സംരക്ഷിക്കുക. അത് പ്രത്യേകമാരാ ഉമ്മൻചാണ്ടി സർക്കാരിനെ താഴെ ഇറക്കാൻ വേണ്ടിയിട്ട് സരിതയുടെ കത്തിന്റെ നീളം കൂട്ടി ഉമ്മൻചാണ്ടിയെ ആക്ഷേപിച്ച് അധിക്ഷേപിച്ച് എല്ലാ തരത്തിലും ആ മനുഷ്യനെ ഇല്ലാതാക്കാൻ വേണ്ടി ശ്രമിച്ചതിന്റെ പ്രത്യുപകാരമായിട്ട് നിങ്ങൾ കൊടുത്ത മന്ത്രിസ്ഥാനം കൊടുത്തല്ലോ. ഈ കെ വി ഗണേഷ് കുമാർ വി എസ് അച്യുതാനന്ദനെ കുറിച്ച് പറഞ്ഞത് നിങ്ങൾ അംഗീകരിക്കുന്നുണ്ടോ? അതൊരു ശരിയായ മാതൃകയാണോ? എങ്കിൽ ഞങ്ങളും പറയട്ടെ നിങ്ങളുടെ കുറെ ആളുകളെ കുറിച്ചിട്ട്, അത് ശരിയാണോ? ഇപ്പോൾ പൊതുസമൂഹത്തിൽ രാഷ്ട്രീയ നേതാക്കന്മാർ പൊതുവെ ഉത്തരവാദിത്ത ബോധത്തോടെ സംസാരിക്കേണ്ട ആളുകൾ പറയേണ്ട വാക്കുകൾക്ക് ചില മര്യാദയും മാന്യതയും ഒക്കെ ഉണ്ട്. അതിൽ ആർക്കെങ്കിലും വീഴ്ച പറ്റിയിട്ടുണ്ടെങ്കിൽ രാഷ്ട്രീയ ഭേദമന്യേ, ഇപ്പൊ ഞങ്ങളുടെ പാർട്ടിയുടെ കാര്യം ഞാൻ പറഞ്ഞതുപോലെ രാഷ്ട്രീയ ഭേദമന്യേ അതിനെ ഒന്ന് തള്ളി പറയാനുള്ള മിനിമം രാഷ്ട്രീയ ബോധമെങ്കിലും സുരേഷ് കുമാറെ ഉണ്ടാകണം. അതില്ലാതെ വന്നിട്ട് മനസ്സിന്റെ ബഹിഷ്കരണമാണ്, അത് മറ്റേ ഉള്ളിലെ അന്തരാളങ്ങളാണ്, തള്ളിപ്പോകുന്നതാണ്, വേദന കൊണ്ട് പറഞ്ഞാണെന്ന് പറയും. ഈ വേദന ഞങ്ങൾക്കില്ലേ? കെ വി തോമസ് പോയിപ്പോ വാർഡ് പ്രസിഡന്റ് തൊട്ട് KPC പ്രസിഡന്റ് വരെ DC പ്രസിഡന്റ് വരെ മന്ത്രിയും MLA MP ഒക്കെ ആയിരുന്ന ഒരാള് ഒറ്റ സുപ്രഭാതത്തിൽ ഇവിടെ വികസനം പോരാ, അവഗണനയാന്ന് പറഞ്ഞു വന്നപ്പോ ഞങ്ങൾ വിളിക്കണമായിരുന്നോ? നിങ്ങൾ പറഞ്ഞ വാക്കൊക്കെ ഒരിച്ചിരി മടിയുണ്ട് വിളിക്കാനായിട്ട്, ഇച്ചിരി ബുദ്ധിമുട്ടുണ്ട്, നാക്കിനൊരു വഴക്കം പോരാ. അത് പിണറായി വിജയന്റെ ക്ലാസ് കിട്ടാത്തത് കൊണ്ടാണ്. അപ്പോൾ ഈ 2 തരം വാദം പാടില്ല, മനസ്സിലായില്ലേ? ആ 2 തരം വാദം അത് ശരിയല്ല. അതിനും ചില വാക്കുകളൊക്കെ നാട്ടിൽ ഉപയോഗിക്കുന്നുണ്ട്, അത് ഞാൻ ഈ ചർച്ചയിൽ ഉപയോഗിക്കുന്നില്ല. അത് എൻ്റെ രാഷ്ട്രീയ മര്യാദ. അപ്പൊ നിങ്ങൾ ഇട്ടാ, നേരത്തെ പറഞ്ഞ പോലെ നിങ്ങൾ ഇടുമ്പോൾ ബർമുടയും മറ്റാരെങ്കിലും ഇട്ടാ വള്ളിക്കളസം എന്ന് പറയുന്നത് അതൊരു ശരിയായ പരിപാടിയല്ല. ഇത് 1970 80 ഒന്നും അല്ല, ഇത് 2026. മനുഷ്യർക്ക് ഓരോ സെക്കൻഡിലും കൃത്യമായിട്ട് വാർത്തകൾ കിട്ടുന്ന, വിരൽത്തുമ്പിൽ വിവരങ്ങൾ കിട്ടുന്ന കാലഘട്ടമാണ്. അപ്പോൾ ഉളുപ്പില്ലായ്മയ്ക്ക് ഒരു മര്യാദയുണ്ട്, ഒരു നിലവാര തകർച്ചയ്ക്ക് ഒരു പരിധിയുണ്ട്. അതിനപ്പുറം പോയി കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ എന്ത് കമ്മ്യൂണിസ്റ്റും എന്ത് മാർക്സിസ്റ്റും അവരുടെ ശബ്ദം സംഗീതം പോലെ ആസ്വദിക്കുന്നവനാ. പക്ഷെ പാർട്ടി വിട്ടുപോയി കഴിഞ്ഞാൽ ചെറ്റത്തരം, സ്വന്തം പാർട്ടിയിലേക്ക് വന്നാൽ മഹത്തായ സേവനം. ആണോ ഇല്ലേ പറയാനായിട്ട്? ഇതിൽ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ കേരളത്തിലെ ഒരു ഇലക്ഷൻ നടക്കുമ്പോൾ ഈ കേരളത്തിലെ ഇലക്ഷനിൽ പ്രധാനപ്പെട്ട മുന്നണികളാണല്ലോ UDF LDF. ഈ കൂട്ടത്തിൽ പ്രധാനപ്പെട്ടതെന്ന് സ്വയം അവകാശപ്പെടുന്ന ഒരു മുന്നണിയാണ് NDA. പക്ഷേ ഇവർക്ക് ആർക്കും ഈ പറഞ്ഞ കേരളത്തിലെ സാധാരണ ജനങ്ങളുടെ ജീവിതവുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ പറയാനില്ല. ആരോഗ്യ മേഖലയുടെ തകർച്ചയെക്കുറിച്ചിട്ട്, ആഭ്യന്തര വകുപ്പിന്റെ തകർച്ചയെക്കുറിച്ചിട്ട്, കാർഷിക മേഖല തകർന്നത്, വന്യജീവി പ്രശ്നം, വിലക്കയറ്റം, രൂക്ഷമായിട്ടുള്ള ജീവിത സാഹചര്യങ്ങൾ, നിത്യോപയോഗ സാധനങ്ങളുടെ വില കയറിയത്, പെൻഷനും ക്ഷേമനിധിയും ഒക്കെ നിഷേധിക്കപ്പെടുന്നത് അടക്കമുള്ള ഒരുപാട് വിഷയങ്ങൾ പറയാനില്ല. പകരം ഇവരെന്താ ചെയ്യുന്നത്? ഒരു കൂട്ടർ സ്ഥാനാർത്ഥികളെ ആക്ഷേപിക്കുന്നു, കോമാളികൾ എന്ന് വിളിക്കുന്നു, കൊമേഡിയൻ എന്ന് വിളിക്കുന്നു. മറുകൂട്ടർ പാണക്കാട് തങ്ങളുടെ മോർഫ് ചെയ്ത ചിത്രങ്ങൾ പ്രദർശിപ്പിക്കുന്നു. ഒരു മിനിമം മര്യാദയും നാണമൊക്കെ വേണമല്ലോ. ഈ ഷാബു പ്രസാദ് എന്ന് പറഞ്ഞ ഒരു വലത് നിരീക്ഷകൻ
കഴിഞ്ഞ ദിവസം ഇന്നലത്തെ ഒരു ചർച്ചയിൽ എന്നോട് ഇപ്പോൾ വരുന്നപ്പോൾ പറഞ്ഞത് ശിഖണ്ഡി എന്നാണ് UDFന്റെ ഒരു സ്ഥാനാർത്ഥിയെ പറഞ്ഞത്. അപ്പോൾ ഇത്തരത്തിലുള്ള രീതിയിലേക്ക് ഇവർ അതപ്പതിച്ചു. ഇവർക്കൊരു രാഷ്ട്രീയം പറയാനില്ല. അറ്റ്ലീസ്റ്റ് ആ ശബരിമല ശാസ്താവിന്റെ സ്വർണ്ണപ്പാളി കടത്തിയവന്മാരെ കള്ള എന്ന് വിളിക്കാനുള്ള ആർജവം പോലും കേരളത്തിലെ BJPക്ക് ഇല്ല. അവിടെയാണ് ഞാൻ ചോദിക്കുന്നത്, പാണക്കാട്ട് തങ്ങളുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ BJPയുടെ ഒഫീഷ്യൽ സ്റ്റേറ്റ്മെന്റ് എന്താണ് എന്ന് ചോദിച്ചാൽ ഇവിടെ BJPയുടെ വക്താവ് പറയാം അത് സംസ്ഥാന പ്രസിഡന്റ് പറയുന്നു. അപ്പോൾ സംസ്ഥാന പ്രസിഡന്റ് എല്ലാ ചാനലിലും വന്നിരുന്ന് ചർച്ച ചെയ്യണ്ടേ, അഭിപ്രായം പറയണ്ടേ? അപ്പോൾ പിന്നെ എന്തിനാണ് വക്താവ് എന്ന് പറഞ്ഞിട്ട് ഇവരൊക്കെ വരുന്നത്? ഇപ്പൊ ഞാൻ KPCC പ്രസിഡന്റ് പറയുമെന്ന് പറഞ്ഞ് ഞാൻ മിണ്ടാതിരുന്നാൽ മതിയോ ചോദ്യത്തിന്? പാണക്കാട്ട് തങ്ങളുടെ പടം വെച്ചുകൊണ്ട് മോഫ് ചെയ്ത ചിത്രങ്ങൾ വെച്ച് വൃത്തികേട് പറഞ്ഞു പരത്തിയത് ആരാണ് എന്ന് സമൂഹത്തിന് ഏകദേശം ധാരണ കിട്ടിയിട്ടുണ്ട്. ഈ വക വൃത്തികെട്ട രാഷ്ട്രീയ പ്രവർത്തനം കൊണ്ടൊന്നും പാണക്കാട്ട് തങ്ങളെയോ മുസ്ലിം ലീഗിനെയോ UDFനെയോ കോൺഗ്രസിനെ തകർക്കാമെന്ന് ആരും വ്യാമോഹിക്കേണ്ട. ഇവിടെയുള്ള പ്രശ്നം ഇത് കേരളത്തിലെ BJPക്ക് ഒരു പിടുത്തമില്ല. ഇപ്പൊ സുരേഷ് കുമാറിനെ കോർണർ ചെയ്യാനായിട്ട് അദ്ദേഹം വലിയ ആവേശം കാണിച്ചു. നരേന്ദ്രമോദി ഓരോ തെരഞ്ഞെടുപ്പ് കാലത്തും നടത്തുന്ന വർഗീയ വിദ്വേഷ പരാമർശങ്ങൾ, അതുപോലെ തന്നെ കലാപകലുഷിതമായിട്ടുള്ള പദപ്രയോഗങ്ങൾ, വേഷം കണ്ടാൽ അറിയാം പേര് കേട്ടാൽ അറിയാം എന്നൊക്കെ പറയുന്ന രീതിയിലുള്ള പദപ്രയോഗങ്ങൾ, ഇത്രയും മേച്ചമായിട്ടുള്ള ഒരുപാട് പദപ്രയോഗങ്ങൾ നടത്തിയിട്ടുള്ള കുപ്രസിദ്ധനായ നേതാവാണ് നരേന്ദ്രമോദി, അമിത്ഷാ അടക്കമുള്ള ആളുകൾ. അപ്പോൾ അതിനെ വെച്ചിട്ട് പറയാണ് CPM മാത്രമാണ് മോശമെന്ന് പറയാൻ പാടില്ല. ഇത് എല്ലായിടത്തും ഉണ്ട് എന്നുള്ള കാര്യം ആദ്യം മനസ്സിലാക്കണം, എന്നിട്ട് അഭിപ്രായം പറയണമെന്നുള്ളതാണ് ഒന്നാമത്തെ. ഇനി അട്ടയെ പിടിച്ച് മെത്തേ കിടക്കാൻ നന്നാകുമോ എന്ന് സുരേഷ് കുമാർ ചോദിച്ചുമായി ബന്ധപ്പെട്ട വിഷയം, അതിൽ ഒരു ശരികേടുണ്ടെന്നുള്ളത് ശരിയാണ്. സുരേഷ് കുമാർ അത് ഞാൻ അങ്ങനെയല്ല ഉദ്ദേശം എന്നൊക്കെ പറഞ്ഞാലും അൽഫോൺസ് കണ്ണന്താനം BJPയിലേക്ക് പോയപ്പോൾ യാത്രയയപ്പ് കൊടുത്ത ആളാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയൻ. അട്ടയെ പിടിച്ച് മെത്തേ കിടത്തി എന്ന് പറഞ്ഞില്ല. വിശ്വനാഥ മേനോൻ പോയപ്പോഴും പറഞ്ഞില്ല. സമ്പത്തിന്റെ അനിയൻ കസ്തൂരി തിരുവനന്തപുരം വിശ്വ ഹിന്ദു പരിഷത്തിന്റെ VHPയുടെ ജില്ലാ പ്രസിഡന്റ് ആകാൻ പോയപ്പോഴും ഇവർ അട്ടയെ പിടിച്ച് മെത്തേ കിടത്തി എന്ന് പറഞ്ഞില്ല. വിപിൻ സി ബാബു പോയപ്പോൾ പറഞ്ഞില്ല. ഈ കഴിഞ്ഞ ദിവസം വർക്കലയിൽ BJPയുടെ സ്ഥാനാർത്ഥിയാവാൻ പോയ സ്മിത സുന്ദരേശൻ, ജില്ലാ കമ്മിറ്റി അംഗമായിരുന്ന സുന്ദരേശന്റെ മകൾ BJP പോയപ്പോഴും ഇത് പറഞ്ഞില്ല. അപ്പൊ ചില ആളുകൾ മാത്രം പോകുമ്പോൾ ജാതി അധിക്ഷേപവും വ്യക്തി അധിക്ഷേപവും ഒക്കെ ചെയ്യുന്നത് ഒരു രാഷ്ട്രീയ മര്യാദയ്ക്ക് അപ്പുറമുള്ള ചില വൃത്തികേടുകൾ കൂടിയാണെന്ന് നമ്മൾ തിരിച്ചറിയണം. അപ്പോൾ തെരഞ്ഞെടുപ്പ് കാലത്ത് സാധാരണ ജനങ്ങളെ ബാധിക്കുന്ന വിഷയങ്ങൾ ചർച്ച ചെയ്യാൻ ഭയപ്പെടുന്നതുകൊണ്ടാണ് ഇത്തരത്തിലുള്ള ആരോഗ്യകരമായ പോരാട്ടമായിരിക്കണം ജനാധിപത്യത്തിൽ തിരഞ്ഞെടുപ്പ് എന്നുള്ളതിൽ സംശയമില്ല. പതിറ്റാണ്ടുകളുടെ രാഷ്ട്രീയ പാരമ്പര്യമുള്ള ഗവേഷണ പ്രബന്ധങ്ങൾ ഒരുപാട് അവതരിപ്പിച്ചിട്ടുള്ള വിഖ്യാത ശാസ്ത്രജ്ഞനായ തോമസ് ഐസക്കിനെ പോലെ ഒരാൾ, രമേശ് പിഷാരടിയെ പോലെ ഒരാളെ കോമാളി എന്ന് വിളിക്കുന്നതാണ് അതിനേക്കാൾ ഗുരുതരമായിട്ടുള്ള ആക്ഷേപമെന്നാണ് എൻ്റെ ചെറിയ രാഷ്ട്രീയ പരിധി എനിക്ക് മനസ്സിലാകുന്നത്. കാരണം രമേശ് പിഷാരടി ഈ പറഞ്ഞ വാക്കിൻ്റെ അതിൻ്റെ ഗ്രാമറൊക്കെ നോക്കിയിട്ട് വേണമല്ലോ നമ്മൾ അതിലെ ശരിതെറ്റുകൾ പറയാനായിട്ട്. പക്ഷെ കോമാളി എന്നുള്ള പ്രയോഗത്തിൽ ഒറ്റ പ്രയോഗത്തിൽ തന്നെ കാര്യം മനസ്സിലാവും മനസ്ഥിതി എന്താണെന്നുള്ളത്. ഇനി എനിക്ക് തിരിച്ചു ചോദിക്കാൻ ഒരു ചോദ്യം, സുധീർ കരമന LDFന്റെ സ്ഥാനാർത്ഥിയാണ്, സിനിമാ നടനാണ്, നല്ല കോമഡി സീനുകൾ ചെയ്തിട്ടുള്ള എനിക്കൊക്കെ ഇഷ്ടമുള്ള ഒരു നടനാണ്. അദ്ദേഹത്തെ ഇവർ കോമാളി എന്ന് വിളിക്കുമോ? അദ്ദേഹത്തെ ഇവർ കോമാളി എന്ന് വിളിക്കാൻ പാടില്ല എന്നുള്ളതാണ് ഞങ്ങളുടെ നിലപാട്. ഇന്നസെന്റ് ഞങ്ങളുടെ MP ആയിരുന്നു, ചാലക്കുടിയുടെ MP ആയിരുന്നു. അയാൾ ഒരു കോമാളി ആയിരുന്നു എന്ന് ഞാൻ ഒരിക്കലും വിചാരിക്കുന്നില്ല. ഗണേഷ് ഒരുപാട് കുറവുകൾ ഉള്ളപ്പോഴും ഗണേഷ് ഒരു കോമാളിയാണെന്ന് ഞങ്ങൾ വിചാരിക്കുന്നില്ല. മുകേഷ് ഒരുപാട് വൃത്തികേടുകൾ ചെയ്തിട്ടുള്ള ആളാണെങ്കിലും മുകേഷ് ഒരു കോമാളിയാണെന്ന് ഞങ്ങൾ പറയുന്നില്ല. അപ്പോൾ ഓരോരുത്തരും അവരുടെ ജീവിതത്തിന്റെ ഭാഗമായിട്ട് ജീവിതമാർഗത്തിന്റെ ഭാഗമായി തൊഴിൽ ചെയ്യുമ്പോൾ ആ തൊഴിലിന്റെ പേരിൽ ചാപ്പ കുത്തപ്പെട്ട് ആക്ഷേപിക്കപ്പെടുന്നത് അതൊരു ശരിയായ മാതൃകയല്ല. പ്രത്യേകിച്ച് കമ്മ്യൂണിസ്റ്റ് മൂല്യങ്ങൾ, പൗരബോധം, സാംസ്കാരിക ബോധം എന്നൊക്കെ പറഞ്ഞ് അവകാശപ്പെട്ട് വലിയ വർത്തമാനം പറയുന്ന ആളുകൾക്ക് ചേർന്ന പദപ്രയോഗങ്ങളല്ല. ഇനി ഏറ്റവും അവസാനം സുരേഷ് കുമാർ ഇവിടെ കുറേ കഥകൾ പറഞ്ഞല്ലോ. ഏറ്റവും അവസാനം ജെറോം വിളിച്ച ആ മുദ്രാവാക്യം ശരിയായിരുന്നു എന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ? നിങ്ങൾ എത്ര CPMന്റെ നേതാക്കന്മാർ അതിനെ തള്ളി പറഞ്ഞിട്ടുണ്ട്, അത് ശരിയായിരുന്നില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ കാലങ്ങളായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വിളിക്കുന്നുണ്ട്. പിന്നെ 57 കാര്യവും 67 കാര്യമൊക്കെ പറയുമ്പോൾ ഇത്രത്തോളം ഒന്നും രാഷ്ട്രീയ സാക്ഷരത ഇല്ലാത്ത ഒരു കാലത്ത്, പൊളിറ്റിക്കൽ കറക്റ്റ്നെസിന്റെ ബാലപാഠങ്ങളൊന്നും കാര്യമായി അറിയാത്ത ഒരു കാലത്ത് അന്നത്തെ രാഷ്ട്രീയ വ്യവസ്ഥയിൽ നിന്നുകൊണ്ട് വിളിച്ച മുദ്രാവാക്യങ്ങൾ 2026 ഇന്ന് നിങ്ങൾ വിളിക്കുന്ന തോന്നിവാസങ്ങളെ ന്യായീകരിക്കാൻ ഉപയോഗിക്കുന്നത് ഒരു മര്യാദ കേടാണ് എന്ന് ഞാൻ പറയട്ടെ. സമീപകാല ചരിത്രം പരിശോധിച്ച താങ്കൾ ഒരുപാട് സങ്കടപ്പെട്ടല്ലോ. കേരളത്തിലെ മുഖ്യമന്ത്രി കേരളത്തിലെ സാധാരണ മനുഷ്യരുടെ മുമ്പിലേക്ക് കൊടുത്ത പദസമ്പത്തിനേക്കാൾ വൃത്തികെട്ട പദസമ്പത്തുണ്ടോ? താമരശ്ശേരി പിതാവിനെ നികൃഷ്ടജീവി എന്ന് വിളിച്ചു. നാളിതുവരെ മുഖ്യമന്ത്രി തിരുത്തിയിട്ടുണ്ടോ? മമ്മൂട്ടിക്കെതിരെ സൈബർ അറ്റാക്ക് വന്നപ്പോൾ മാപ്പ് പറഞ്ഞ മുഖ്യമന്ത്രി താമരശ്ശേരി പിതാവിനെ നികൃഷ്ടജീവി എന്ന് വിളിച്ചതിന്റെ പേരിൽ നാളിതുവരെ ഒരു ഖേദപ്രകടനം നടത്തുകയോ അല്ലെങ്കിൽ മാപ്പ് പറയുകയോ ചെയ്തിട്ടില്ല. ഇനി ഞാൻ ചോദിക്കട്ടെ, പരനാറിയെന്നും പരമനാറിയെന്നും ഈ മറ്റേ കൊല്ലം MP പ്രേമചന്ദ്രനെ വിളിച്ചില്ലേ, അത് തിരുത്തിയിട്ടുണ്ടോ? നിങ്ങൾ ആരെങ്കിലും അത് തിരുത്തണമെന്ന് പറഞ്ഞിട്ടുണ്ടോ? TP ചന്ദ്രശേഖരനെ 51 വെട്ടി കൊന്നതിന് ശേഷം കൊല്ലപ്പെട്ടാൽ
ചത്താലും കൊന്നു കളഞ്ഞാലും കുലംകുത്തി തന്നെ എന്ന് പറഞ്ഞ വൃത്തികേട് രാഷ്ട്രീയ അശ്ലീലം പറഞ്ഞിട്ട് ഏതെങ്കിലും ഒരു CPM നേതാവ് പിണറായി വിജയൻ തിരുത്തണമെന്ന് പറഞ്ഞോ? അപ്പൊ അത് പറയാത്ത ആളുകൾ മറ്റാളുകൾക്ക് ക്ലാസ് എടുക്കുന്നത് ഒരു ശരിയായ മാതൃകയില്ല. ഇനി ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പറയാനുണ്ട്, ഒരുപാട് കാര്യങ്ങൾ. ഇപ്പോ ചെറ്റത്തരം സുധാകരൻ ചെയ്തത് ചെറ്റത്തരം, KV തോമസ് ചെയ്തതും മേന്മ, സരിൻ ചെയ്തതും മെച്ചപ്പെട്ട പരിപാടി, ലതിക സുഭാഷ് ചെയ്തതും ഷാഹിദ കമാൽ ചെയ്തതും, അങ്ങനെ ഒരുപാട് പേർ. നിങ്ങളുടെ ഗോപാലനെ AK ഗോപാലനെ കാലം വന്ന് വിളിച്ചില്ലേ എന്ന് ചോദിച്ച് ആക്ഷേപിച്ചു. എന്താ ഗോപാല പോവാത്ത എന്ന് വിളിച്ച് ആക്ഷേപിച്ചു എന്ന് നിങ്ങൾ പറയുന്ന ആൾ ആരാണെന്നറിയോ? TK ഹംസ. ആ TK ഹംസയെ നിങ്ങൾ എടുത്തുകൊണ്ടുപോയി മന്ത്രി വരെയാക്കി. അത് ചെറ്റത്തരമായിരുന്നു നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? രാഷ്ട്രീയ പാർട്ടിയിലെ നേതാക്കന്മാർ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറുന്നതൊക്കെ സ്വാഭാവികമാണ്. ഈ കാലത്ത് അത് കുറച്ച് കൂടുതലായിരിക്കും. ഭാഗ്യാന്വേഷികൾ അങ്ങനെയൊക്കെ ചെയ്യും. അതിനെ ചെറ്റത്തരം എന്ന് വിളിച്ചാൽ ഇന്ന് വേറൊരാൾ പറയാ, പോളിറ്റ് ബ്യൂറോ മെമ്പർ, എന്താ അയാളുടെ പേര്, വിജയരാഘവൻ, അദ്ദേഹം പറയാണ് ചാരുതയുള്ള വാക്കാണ് ചെറ്റത്തരമെന്ന്. അപ്പൊ ഞങ്ങൾ പറയണോ ഈ കൂട്ടങ്ങളൊക്കെ ചാരുതയുള്ള ചെറ്റകളാണെന്ന് പറയാൻ പറ്റും? അതൊരു മര്യാദയാണോ? ഞങ്ങൾ അങ്ങനെ പറയാൻ ഉദ്ദേശിക്കുന്നില്ല. അപ്പൊ ചാരുതയുള്ള ചെറ്റത്തരം, ശോഭിക്കുന്നവനാണ് ശുംഭൻ എന്നൊക്കെ പറയുന്ന ആ വൃത്തികേടുകൾ, പോക്രിത്തരം പറയുന്നതും തെമ്മാടിത്തരം പറയുന്നതും പോരാഞ്ഞിട്ട് അതിനെ ന്യായീകരിക്കാൻ വേണ്ടിയിട്ട് വല്ലാത്ത രീതിയിലുള്ള ഗ്രാമർ കൊണ്ടുവരികയാണ്. നാണമില്ലേ സുരേഷ് കുമാറെ? ഒറ്റ വാക്കി പറഞ്ഞാൽ പോരെ, പറ്റിപ്പോയി, നാക്കുപിഴ, ഒന്ന് ക്ഷമിക്കണമെന്ന് പറഞ്ഞാൽ തീരാവുന്ന പ്രശ്നമല്ലേ ഉള്ളൂ. ഇതുവരെ നിങ്ങൾ ഒരുപാട് കാര്യം പറഞ്ഞല്ലോ. MM മണി കേരളത്തിന്റെ പൊതുമനസാക്ഷിക്ക് മുമ്പിൽ അശ്ലീലങ്ങളും പച്ചക്കറിയും വേറെ ആരെങ്കിലും കേരളത്തിൽ ആരെങ്കിലും വിളിച്ചിട്ടുണ്ടോ? മറ്റാരെങ്കിലും വിളിച്ചിട്ടുണ്ടോ? MM മണി പറയുന്നതിനൊക്കെ സുരേഷ് കുമാറും പറയുന്നുണ്ട്. അല്ല, ഞാൻ ആ നാക്കുപിഴ എന്നുള്ള ആ ഖേദപ്രകടനത്തെ സ്വീകരിക്കുകയാണ്. ഞാൻ പറയുന്നത് ഇതൊരു തെരഞ്ഞെടുപ്പ് കാലമായതുകൊണ്ടല്ലേ ഇത് പറയുന്നത്. മറ്റൊരു തെരഞ്ഞെടുപ്പ് കാലത്ത് പ്രേമചന്ദ്രനെ പരനാറി എന്നും പരമനാറി എന്നും പറഞ്ഞത് തിരുത്തിയോ? ഖേദപ്രകടനം നടത്തിയോ? MM മണി നടത്തുന്ന അശ്ലീലകൾ പച്ചത്തറികൾ ഇതുവരെ തിരുത്തിയോ? അത് നാട്ടുഭാഷാ പ്രയോഗമാണെന്നാണ് പിണറായി വിജയൻ മറ്റൊരു നിഘണ്ടു പണ്ഡിതൻ എൻഡോഴ്സ്മെന്റ് കൊടുക്കുന്നത്. എന്നിട്ട് ഇവര് ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് തോമസ് ഐസക് വിളിച്ചത് തിരുത്തിയത് നല്ല മാതൃക. പക്ഷെ ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ചെറ്റത്തരം അത് ചാരുതയുള്ള പദമാണെന്ന് പറയുന്നു മറ്റൊരാള്. ഇതൊക്കെ എന്താണ് സുരേഷ് കുമാറെ? ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് ഇതൊക്കെയാണോ? നിങ്ങൾ ഈ തെരഞ്ഞെടുപ്പിൽ വലിയ അബദ്ധത്തിലേക്ക് ചെല്ലുകയാണ്. 10 വർഷക്കാലം കേരളം ഭരിച്ച സർക്കാരിന്, ആ പാർട്ടിക്ക് അവരുടെ വികസന നേട്ടങ്ങൾ എണ്ണി പറഞ്ഞ് വോട്ട് ചോദിക്കാൻ പറ്റാതെ വരുമ്പോഴാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങളിലേക്ക് പോകുന്നത്. തോമസ് ഐസക്കിനെ പോലുള്ള ഒരാള്, വിഖ്യാത ശാസ്ത്രജ്ഞനെന്നാണ് നിങ്ങൾ ആഘോഷിക്കുന്നതും സെലിബ്രേറ്റ് ചെയ്യുന്നു. അയാളൊക്കെ പറയാവുന്ന പദമാണോ ഇതൊക്കെ? അങ്ങനെയാണെങ്കിൽ നാട്ടിൽ പലരും പലരെക്കുറിച്ചും പലതും പറയുന്നുണ്ടല്ലോ. ഇതൊക്കെ നമുക്ക് അങ്ങ് പരസ്യമായിട്ട് പറയാൻ പറ്റുമോ? അപ്പൊ അങ്ങനെയൊന്നും പറയുന്നതല്ല നല്ല മര്യാദ എന്ന് വിചാരിക്കുന്നു. ഞാൻ ഈ ചർച്ചയിൽ ഇതുവരെ എടുത്തിട്ടുള്ള ഞങ്ങളുടെ സ്റ്റാൻഡ് എന്താണെന്ന് വെച്ചാൽ, ഞാൻ പറഞ്ഞല്ലോ, സമരം ചെയ്തുകൊണ്ട് സംസ്കാരം ഉണ്ടാകില്ല എന്ന് പറയുന്നതിലും ഒരു കുറവുണ്ട്. പക്ഷെ അതിന്റെ ഗ്രാമർ തിരിച്ചറിഞ്ഞ് വേണം നമുക്ക് ആ കുറവ് കണ്ടെത്താൻ. അങ്ങനെയല്ല കോമാളി എന്നും ചെറ്റത്തരമെന്നൊക്കെ വിളിക്കുന്നത്. അത് തിരിച്ചങ്ങ് വിളിച്ചു കഴിഞ്ഞാൽ വല്ലാതെ വിഷമം ഉണ്ടാവും. അത് നല്ല കേരളത്തിന് ചേർന്ന പരിപാടിയല്ല എന്നുള്ളതാണ് ഞങ്ങളുടെ ബോധ്യം.